Question number 10. Integral 1 by root x square plus 2x plus 2 dx. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് കിടക്കുന്നത്. ഇതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിംഗ് വഴി എക്സ് സ്ക്വയറിൻ്റെയും എ സ്ക്വയറിൻ്റെയും മോഡലിലുള്ള രണ്ട് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുത്ത് അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2, അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1, 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് +1, പിന്നെ -1. നമ്മൾ എന്താണോ ഇവിടെ ആഡ് ചെയ്യുന്നത് അത് മൈനസും കൂടെ ചെയ്യുക, +2. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1നെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നും -1 + 2നെ 1 എന്നും എഴുതാം. എന്നിട്ട് ഈ ഇക്വേഷന് പകരം, ഈ പോളിനോമിയൽസിന് പകരം നമുക്ക് √(x + 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഈ എക്സ് പ്ലസ് 1ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dx = dt എന്ന് കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ഇൻ്റഗ്രൽ 1 by x square plus a square dxൻ്റെ ഫോമാണ്. അതെന്ന് പറയുന്നത് ലോഗ് മോഡ് ടി പ്ലസ് √t² പ്ലസ് 1 പ്ലസ് c വരും. ടിയുടെ പ്ലേസിൽ എക്സ് പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു പോളിനോമിയലിനെയാണ് നമ്മൾ ഈ രീതിയിലോട്ട് മാറ്റിയത്. അപ്പോൾ ഇതിന് പകരം ഈ പോളിനോമിയൽ തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് എഴുതുമ്പോൾ ഇത് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആൻസർ ലോഗ് മോഡ് x + 1 പ്ലസ് √x² പ്ലസ് 2x പ്ലസ് 2 പ്ലസ് c. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ്റഗ്രൽ 1 by 9x² പ്ലസ് 6x പ്ലസ് 5 dx. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ കോയിഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പെർഫെക്റ്റ് സ്ക്വയറിംഗ് ചെയ്തത്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 9 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 1 ആക്കണം. അപ്പോൾ എന്ത് വേണം? 9 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പം 9 × x² പ്ലസ് 6x/9 പ്ലസ് 5/9 എന്ന് വരും. ഇനി 6 9 കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3x എന്ന് വരും. നേരത്തെ പോലെ തന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2/3 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 1/3യുടെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. എന്നിട്ട് x² പ്ലസ് 2x/3 പ്ലസ് 1/3² എക്സ് പ്ലസ് 1/3 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുക. -1/9 പ്ലസ് 5/9. അത് സോൾവ് ചെയ്യുമ്പോൾ 4/9 വരും. 4/9 എന്ന് പറയുന്നത് 2/3 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ട് സ്ക്വയേഴ്സ് ആയല്ലോ. എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇതിന് പകരം ഈ 9 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അതിനുശേഷം എക്സ് പ്ലസ് 1/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഇതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 by x² പ്ലസ് a² dx ഫോം. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ടി എന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വരുന്നത് 1/a. a എന്ന് പറയുന്നത് 2/3. 1/a tan ഇൻവേഴ്സ് t/a. ഇനി ഈ 2/3 റെസിപ്രോക്കലായിട്ട് 3/2 വരും. tan ഇൻവേഴ്സ് ടിയുടെ പ്ലേസിൽ എക്സ് പ്ലസ് 1/3 × 3/2 പ്ലസ് c വരും. സോൾവ് ചെയ്യുമ്പം 1/6 × tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/3 എക്സ് ആയിട്ട് എടുക്കുമ്പോൾ 3x പ്ലസ് 1/3 × 3/2. 3 ക്യാൻസൽ ആയിട്ട് 1/6 × tan ഇൻവേഴ്സ് 3x പ്ലസ് 1/2 പ്ലസ് c വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1 by √7 - 6x - x². അപ്പോൾ ഈ ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന ആ പോളിനോമിയൽ എടുത്ത് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. 7 മൈനസ്, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ -1 അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ മൈനസിന് പുറത്തെടുക്കുന്നു. 7 - 6x, ഇതിൽ നിന്ന് മൈനസ് പോകുമ്പോൾ ഇതിൽ നിന്ന് മൈനസ് പോകുമ്പോൾ 6x പ്ലസ് x² എന്ന് വരും. പിന്നീട് ഈ ടേമിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താണ്? 6. 6ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3. 3യുടെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. 7 മൈനസ് ഇത്രയും കൂടെ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ -9. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. 7 + 9 മൈനസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതെന്ന് പറയുന്നത് 16 ആണ്. 16 മൈനസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 16 എന്ന് പറയുമ്പോൾ 4² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 7 - 6x - x² സ്ഥാനത്ത്
16 മൈനസ് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ഈ എക്സ് പ്ലസ് 3ക്ക് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ഇനി ഇതിന് 16 4 സ്ക്വയർ എന്ന് എഴുതാം. ഇത് ടി സ്ക്വയർ. അപ്പോൾ 1 ബൈ റൂട്ട് 4 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് വരും. അതായത് 1 ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഫോം. അത് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് ടി ബൈ എ എന്ന് പറയുന്ന 4. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ടിയുടെ പ്ലേസിൽ എക്സ് പ്ലസ് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 3 ബൈ 4 പ്ലസ് സി എന്ന് വരും. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡി എക്സ്. ഇവിടെ നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ അത് നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോമിൽ വരും. അതായത് എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 2. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക. 3യുടെ ഹാഫ് 3/2. 3/2ൻ്റെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, പിന്നെ പ്ലസ് 2 അതേപോലെ എഴുതുക. അപ്പോൾ ഇത്രയും കൂടെ ചേർന്ന് എക്സ് ഇടയ്ക്ക് മൈനസ് ചെയ്യുന്നതുകൊണ്ട് എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 9/4 പ്ലസ് 2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 1/4 എന്ന് വരും. അപ്പോൾ ഇതിന് എക്സ് റൂട്ട് എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ എക്സ് മൈനസ് 3/2ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. എക്സ് മൈനസ് 3/2ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കുറേ ചെയ്ത് വരുമ്പോൾ ഈക്വേഷൻസ് എല്ലാം നല്ല ബൈ ഹാർട്ട് ആയിക്കൊണ്ട് പോകണം. ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്നുള്ള ഫോമായി. അപ്പോൾ അതിന് ലോഗ് മോഡ് ടി പ്ലസ് ടി സ്ക്വയർ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതി. ടിയുടെ പ്ലേസിൽ എക്സ് മൈനസ് 3/2 എന്ന് എഴുതി. പിന്നെ ഇവിടെ ടി സ്ക്വയറിൻ്റെ പ്ലേസിൽ എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1/2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന് വരും. ആൻസർ ലോഗ് മോഡ് എക്സ് മൈനസ് 3/2 പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് 8 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെയും ആ ഇത് മാത്രം എടുത്ത് എഴുതുക. ഈ ടേമിൽ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് -1 ആണ്. അപ്പോൾ ആ മൈനസിന് പുറത്തെടുക്കുന്നു. അപ്പം 8 മൈനസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് പുറത്തെടുക്കുന്നു. ഇവിടെ ഒരു മൈനസ് 3x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുന്നു. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 3യുടെ ഹാഫ് 3/2 സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ 8 പ്ലസ് 9/4 എന്ന് എഴുതാം. ഇത്രയും ടേംസിനെ എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 8 പ്ലസ് 9/4 മൈനസ് എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 41/4 എന്ന് വരും. അപ്പോൾ 41ന് പെർഫെക്റ്റ് ആയിട്ട് റൂട്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ റൂട്ട് 41 എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഈ 8 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയറിന് പകരം റൂട്ട് 41/2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. ഇനി എക്സ് മൈനസ് 3/2ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ഇതിപ്പോൾ റൂട്ട് 1 ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആ രീതിയിലായി. അതെന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് എന്ന് പറയുന്നത് ടി, എ എന്ന് പറയുന്നത് റൂട്ട് 41/2 പ്ലസ്. അത് സോൾവ് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ 41. അതായത് ഈ 2 കൊണ്ട് എൽ സി എടുക്കുമ്പോൾ 2x മൈനസ് 3 ഇവിടെ വരും. 2 കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ 2x മൈനസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 40 പ്ലസ് സി.